ഹേയ്, നിങ്ങൾ കണ്ടിരിക്കുന്നത് ലിറ്റിൽ ലൈനോ. അപ്പോൾ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരിയുടെ ഫോണിലേക്ക് എന്ത് മെസ്സേജാണ് വന്നതെന്ന് അറിയണ്ടേ? എന്നാൽ വരൂ. ഹേയ്, ഡേറ്റിംഗ് എങ്ങനെ പോകുന്നു? കൺഗ്രാജുലേഷൻ. ഇത് ലൂഷി കണ്ടു. അവൾക്ക് ദേഷ്യം പിടിച്ച് അവൾ അവിടെ നിന്നും പോകാൻ നിന്നു. ഹേയ് നിൽക്ക്, ഇവൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഇപ്പോഴല്ലേ നീ പറഞ്ഞേ ഞാനും ഷെയ്നും തമ്മിൽ സെറ്റാവുമെന്ന്. എന്നിട്ട് അവനെന്താ നീയും ഞാനും തമ്മിൽ ഡേറ്റിംഗ് ആണോ എന്ന് പറയുന്നത്? എന്താ എന്നെ വിളിച്ച് കളിക്കാണോ എന്ന് അവൾ ചോദിക്കുന്നു. അയ്യോ, അങ്ങനെ ഒന്നും ഇല്ലടി. ഇവൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്ക് സത്യമായിട്ടും എനിക്കറിയില്ല. നീ ഒന്നും വിചാരിക്കല്ലേ. ഇല്ല, നിങ്ങൾ എന്നെ വെച്ച് കളിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. അപ്പോൾ മനോഹരി ഷെയ്ൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഹേയ് നീ എന്തിനാ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചേ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു അവളെ കൂടെ ഡേറ്റിങ്ങിനാണ് ഞാൻ പോകുന്നതെന്ന്. ഇല്ല, നിങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ ഞാൻ വിചാരിച്ചു. സോറി. ഡേയ്, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അതൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് എന്തായാലും പറയും. ദെൻ നെക്സ്റ്റ് ആയി ലൂഷി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ബാഹലിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അവൻ ലൂഷിയോട് പറഞ്ഞു, ഹേയ് ലൂഷി, അവൾക്ക് എനിക്കൊരു ചെറിയൊരു പ്രശ്നം. പ്ലീസ് നീ ഒന്നിടപെട്ട് ശരിയാക്കി തന്നെ. പ്ലീസ്. ഇങ്ങനെയുള്ള ഒരാൾ അവൾ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് അവൻ വിടുന്നില്ല. നീ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ അവളുടെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. ടക്കെന്ന് അവൻ്റെ മേലെ ഒരു ബോൾ വന്നിടിച്ചു. നോക്കിയപ്പോൾ അത് ഷെയ്നാണ്. സോറി ബോസ്, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ലൂഷി ഷെയ്നോട് പറഞ്ഞു താങ്ക് യു. അവൾ ലൈബ്രറിയിലേക്ക് പോയി. അവൾക്ക് പിന്നാലെ ഷെയ്ന് വന്നു. പെട്ടെന്ന് ലൂഷിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നോട് എന്തോ പറയാനല്ലേ എന്ന് പറഞ്ഞു. ഇല്ലല്ലോ. ഹേയ്, നീ എൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പറ. നീ ഭയങ്കര സ്മാർട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ തോന്നിയത്. ലൂഷിയുടെ അടിവയറ്റിൽ ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ തോന്നി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ക്രഷ് തോന്നുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സോ അതുകൊണ്ട് ലൂഷി വല്ലാണ്ട് സന്തോഷിച്ചു. ദെൻ അതുപോലെ അവൾ റൂമിലോട്ട് പോയി. അവിടെ ബാഹിലി അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ വന്നത് പറഞ്ഞു. അവൻ എനിക്ക് പൂവൊക്കെ കൊണ്ടുവന്നു. ഹേയ്, നീ എന്താ പറയുന്നത്? നിനക്ക് പൂവ് അലർജി അല്ലേ? മറന്നുപോയോ? അതെ, എനിക്ക് പൂവ് അലർജിയാണ്. എന്നാൽ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെ വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു പൂ വന്നു. അതിൽ ഗ്രീൻ കളറുള്ള പൂവുള്ളത്. സ്മെല്ല് ചെയ്താൽ നമുക്ക് അലർജി ഒന്നും ഉണ്ടാവില്ല. അതുപോലത്തെ ഒരു ഫ്ലവർ. ഇത് കണ്ടോ, എനിക്ക് ഫ്ലവർ അലർജിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എങ്ങനെയുള്ള ഫ്ലവറാണ് കൊടുത്തയച്ചതെന്ന്. ഹൗ സ്വീറ്റ് ആണല്ലേ എന്ന് പറഞ്ഞ് ബാഹിലി സന്തോഷം കൊണ്ട് ചാടി കളിക്കുന്നു. ബട്ട് ആ പൂവ് ഓർഡർ ചെയ്തത് നമ്മുടെ ലൂഷിയാണ്. അത് കഴിഞ്ഞ് ലൂഷിയും ബാഹിലിയും പുറത്തു പോയി. അപ്പോഴാണ് ഒരു പെണ്ണ് അവളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതാരാണ്? അപ്പോൾ ബാഹിലി പറഞ്ഞു, ഡേയ് ഇത് നമ്മുടെ സീനിയർ ആടി. ഇവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ ആ സീനിയർ നേരെ നമ്മുടെ ലൂഷിയുടെ അടുത്തേക്ക് വന്നിട്ട്, നിന്നെ വേണ്ട എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ലൂഷിയെ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്നോടെന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എന്താ സംസാരിക്കാനെന്നാ? ഡേയ്, നീ ഷെയ്ൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ? ഡേയ്, അവൻ എനിക്കുള്ളതാ. അപ്പോൾ ലൂഷിക്ക് മനസ്സിലായി അവളുടെ പിന്നാലെ നടക്കുന്ന പെൺപളയിൽ ഇവളും ഉണ്ട്. ഹേയ് ഇല്ല, എനിക്ക് അവൻ്റെ അടുത്ത് ലവൊന്നുമില്ല. അഭിനയിക്കാതെ നിന്നെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ? നീ പഠിപ്പിയൊക്കെ തന്നെ. എന്നാൽ ഷെയ്ൻ്റെ വിഷയത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നീ എത്ര തവണ ഗ്രൗണ്ടിൽ ചുറ്റി നടന്നിട്ടുണ്ട്? ഇതൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ? എന്താ ചെയ്യുക, ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തു. പക്ഷേ അവൻ റിജക്റ്റ് ചെയ്തു. എന്നാലും അവനെ ഞാൻ നിനക്ക് വിട്ടുതരുമെന്ന് വിചാരിക്കേണ്ട. ലൂഷിക്ക് ദേഷ്യം വന്നു. എന്താ നിങ്ങൾ ഓവറായി സംസാരിക്കുന്നത്? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും പറയാമെന്നോ? ഞാൻ അതെല്ലാം കേട്ട് ഇവിടെ ഇരിക്കണമെന്നാണോ? നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ സീനിയർ പെണ്ണ് കുടിച്ച് ബോധം പോയി. ലൂഷിക്ക് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല. ഇതെല്ലാം എൻ്റെ വിധി എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഈ സീനിയർ അവനെ സ്നേഹിക്കുന്ന കാര്യം എങ്ങനെ അറിഞ്ഞെന്നോ? ആ വേസ്റ്റ് ബോക്സിൽ ഇട്ടിരുന്നില്ലേ അവൻ്റെ ഡയറി, അത് ഇവിടെ എടുത്ത് വായിച്ചിരുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ലൂഷി 2 കുട്ടികളെ പാർട്ട് ടൈമായി നോക്കുന്നുണ്ട്. അവരുടെ അമ്മ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, എപ്പോഴും കുട്ടികൾ പഠിക്കാനല്ലേ പറയുന്നത്, ഇന്ന് കുട്ടികളെ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് ചോദിച്ചു. ഓക്കെ എന്ന് ലൂഷി പറഞ്ഞു. എന്നിട്ട് പാർക്കിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികളുടെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എന്നാൽ അവിടെ നമ്മുടെ ഷെയ്നും ഉണ്ടായിരുന്നു. അവൻ്റെ റൂംമേറ്റും ഗേൾഫ്രണ്ടും കൂടി ആ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാളും കൂടി കണ്ടുമുട്ടിയ ശേഷം, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൂഷി പറഞ്ഞു, ഞാൻ കുട്ടികളെ നോക്കുന്നുണ്ട്. സോ ചുമ്മാ അവരുടെ കൂടെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണോ? എൻ്റെ റൂംമേറ്റും ഗേൾഫ്രണ്ടുമായി പുറത്ത് വന്നതാണ്. അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഹെൽപ്പ് ചോദിച്ചു. അതാണ് ഞാൻ വന്നത്. അങ്ങനെയാണോ? എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ലഞ്ച് കഴിച്ചാലോ? ഷുവർ, എല്ലാവർക്കും കൂടി കഴിക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ റൂംമേറ്റിൻ്റെ ഗേൾഫ്രണ്ടില്ലേ അവളുടെ കണ്ണ് എപ്പോഴും ഷെയ്ൻ്റെ അടുത്താണ്. ലൂഷിക്ക് ഇത് മനസ്സിലായി. ലൂഷിക്ക് ദേഷ്യം വന്നു. ശരി കുട്ടികളെ, നമുക്ക് കളിക്കാൻ പോകും എന്ന് പറഞ്ഞ് അവിടെ നിന്നും എസ്കേപ്പ് ആവാൻ നോക്കി. അപ്പോൾ ഷെയ്നും അവിടെ നിന്ന് എസ്കേപ്പായി. അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഷെയ്നെയാണ് നോക്കുന്നത്. അതോടെ അവർ രണ്ടാളും പുറത്തേക്ക് വന്നു. ലൂഷിയെ നോക്കി ഷെയ്ൻ പറഞ്ഞു, ഈ കുട്ടികളെ നോക്കാൻ എന്തൊരു പാടാൻ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ടടാ, അവർ ഭയങ്കര വാശിയാണ്, അവനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, വാ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ജോലിയായി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ലൂഷിയുടെ മനസ്സിൽ, അയ്യോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഈ 4 പേരെയും വെച്ച് ഒരു ഫോട്ടോ എടുത്തു വന്നു. നോക്കുമ്പോൾ ഒരു ഫാമിലി പോലെയുണ്ട്. അത് നോക്കിയപ്പോൾ ലൂഷിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിലാർക്കാ റോളർ റൈഡ് പോകണ്ടേ? കൈ പൊക്കിയേ. അപ്പോൾ ലൂഷി പറയുന്നു, ഞാനുണ്ട്. നിനക്ക് ഹൈറ്റ് ഇല്ലല്ലോ, ഹൈറ്റ് കുറവല്ലേ? ഇല്ല, എനിക്ക് ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ലൂഷി ഏന്തി നിൽക്കുന്നു. വാ പോകാമെന്ന് പറഞ്ഞ് 2 പേരും കൂടി പോയി. അപ്പോൾ ലൂഷിക്ക് ഭയങ്കര സന്തോഷമായി. അയ്യോ ഷെയ്നിൻ്റെ അടുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോഴാണ് ഷെയ്ന് ഭയങ്കര പേടി തോന്നി. റോളർ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ഷെയ്ൻ ലൂഷിയുടെ കൈ മുറുക്കെ പിടിച്ചു. ലൂഷി ഷോക്കായി. അയ്യോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഷോക്കായി പോയിരുന്നു. ഇവൻക്ക് എന്നെ ഇഷ്ടമാണ്, എല്ലാം സെറ്റാകാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷെയ്ൻ്റെ ഫോണിലോട്ട് അവൻ്റെ എക്സിൻ്റെ മെസ്സേജ് വരുന്നത്. ബാക്കി പാർട്ട് 5 ആണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ